നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ചിക്കൻ കോണാണ് കേട്ടോ. ഇതൊരു ഇഫ്താർ സ്നാക്കാണ്. അപ്പോൾ അതിനു വേണ്ടി ആദ്യം മൈദ ഒന്ന് കുറച്ച് വെള്ളത്തിൽ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു കോഴിമുട്ട പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ സമൂസയുടെ ബാറ്റർ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ സേമിയ ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുത്തത് വേണം കേട്ടോ. എന്നിട്ട് കോഴിമുട്ട ഒന്ന് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ മൈദ മാവ് ഇതുപോലെ ചപ്പാത്തിക്ക് പരത്തുന്നത് പോലെ ഒന്ന് നൈസാക്കി വട്ടത്തിലൊന്ന് പരത്തി കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. നല്ലോണം ഒന്ന് വേവണ്ട, ജസ്റ്റ് ഒന്ന് അപ്പുറം വേവിച്ചാൽ മതി. അപ്പോൾ നമ്മൾ കുറേ പത്തിരി ഇതുപോലെ ഒന്ന് ആക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഒരു പത്തിരി എടുത്തിട്ട് അതിൻ്റെ നടു ഒന്നിങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഈ കട്ട് ചെയ്തതിൻ്റെ ഒരു ഭാഗം എടുത്തിട്ട് അതിലേക്ക് നമ്മൾ മൈദയുടെ ഒരു പേസ്റ്റ് അതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കണം കേട്ടോ. എന്നിട്ട് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. ഒരു കോൺ ഷേപ്പിൽ വേണം അതൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാൻ. എന്നിട്ട് ഈ ഫോൾഡ് ചെയ്തതിലേക്ക് നമ്മുടെ സമൂസയുടെ ബാറ്റർ ഒന്ന് അതിനുള്ളിലേക്ക് നല്ലോണം ഒന്ന് ഉള്ളോട്ടേക്കാക്കി വെച്ച് കൊടുത്ത് ഫില്ല് ചെയ്യും കേട്ടോ. ഈ ഫില്ല് ചെയ്ത കോണ് നേരെ കോഴിമുട്ടയുടെ മിക്സിയിൽ മുക്കിയിട്ട് സേമിയയിലൊന്ന് നല്ലോണം ഒന്ന് കോട്ട് ചെയ്തെടുക്കുക. മുഴുവനായിട്ട് കോട്ട് ചെയ്യണ്ട, ഈ ഒരു ഭാഗം മാത്രം ഒന്ന് കോട്ട് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇതുപോലെ ഒന്ന് നമുക്ക് എല്ലാ പത്തിലും ഒന്ന് ചെയ്ത് കൊടുക്കുക. മജ്ദൂബൻ ഹോ റലേ മംബൂരപ്പൂ മക്കാമിലേ മൗലദവേ ലവാസിലേ ഇമ്പപ്പൂവായ ഹുത്തെ പോലി സയ്യിദല വിരലേ മംബൂരപ്പൂ ഇസ്ലാമിൻ തേജസാണവ കശ്ഫ് കറാമത്തേറ്റി ഹൈറായതീനെ പോറ്റിയെ മശഹൂരിൻ ശക്തി പാറ്റിയെ മജ്ദൂബൻ ഹോ റലേ മംബൂരപ്പൂ മക്കാമിലേ മൗലദവേ. അപ്പോൾ നമ്മളെല്ലാം ഇതേപോലെ ഒന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇത് ലോ ഫ്ലെയിമിലൊന്ന് കുക്ക് ചെയ്തെടുക്കുക. കാരണം നമ്മുടെ ഒരു മൈദമാവ് ഒന്ന് നല്ലോണം വെന്ത് കിട്ടണം കേട്ടോ. അതുകൊണ്ടാണ് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്യാൻ പറയുന്നത്. അപ്പോൾ അത് നമ്മൾ അടിപൊളി ചിക്കൻ കോൺ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.